റഹീസ് പട്ടക്കാരനാ തീവ്രവാദിയ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കോട്ട് ചെയ്തിട്ട് പറയുന്നതാണ്. ലീഗിന്റെ പഴയ ലീഗാരല്ലേ ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഈരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞേച്ചതാണ്. വെള്ളാപ്പള്ളി നടേശൻ നാറി. CPM അല്ലെങ്കിൽ LDF തോൽക്കാൻ കാരണമായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ, ഒരു സംശയമില്ല. സമയാസമയത്ത് ഇദ്ദേഹം പറയുന്ന ചില വാക്കുകളെ കൃത്യമായിട്ട് എതിർക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ഭീകരമായിട്ടൊരു വോട്ട് ചോർച്ച LDFന് തടയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണ്, എൻ്റെ വെറും ബോറം തോന്നലാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. എങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഇതാ ഈ ഒരു റിപ്പോർട്ടറിന്റെ ഈ ഒരു ആളെപ്പോലും തീവ്രവാദി, മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തീവ്രവാദിയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് ഒരാൾ മാത്രമാണ് LDFൽ നിന്ന് അത് ശക്തമായിട്ടൊന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരെന്ന് ഞാൻ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത്, ഇദ്ദേഹം ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ച അതേ സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, BJP ഹാൻഡിലുകൾ മുഴുവൻ പറഞ്ഞത് ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കാരണം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണ്. VD സതീശൻ മുസ്ലിങ്ങളൊരു വക്താവാണ്, തീവ്രവാദികളുടെ വക്താവാണ്. ഇനി നേരെ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്കാവും പോവുക, പാണക്കാട് തങ്ങളുടെ കാല് പിടിക്കലായിരിക്കും നടക്കുക എന്നാണ് സുരേന്ദ്രൻ അടക്കമുള്ള KP ശശികല അടക്കമുള്ള BJPക്കാർ പറഞ്ഞത്. നമ്മളെല്ലാവരും പല ആൾക്കാരും ഇത് ശരിയാണല്ലോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ മുഖ്യമന്ത്രി സെലക്ഷന്റെ ഒരു പ്രോസസ്സ് നോക്കുന്ന സമയത്ത് നാളെയാണ് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെങ്കിൽ തലേ ദിവസം അഭിപ്രായ സർവേ പോലെ അഭിപ്രായം ചോദിച്ചത് മുസ്ലിം ലീഗുകാരോടാ. അവരെന്താ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അവര് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞു എന്ന് വെക്കുക. അതെങ്ങനെയാണെന്നേ, ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടിക്കാര് VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു തീവ്രവാദ തീരുമാനമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ചില നിലപാടുകൾ എടുക്കുന്നത്? ഇപ്പോഴാ വീണ്ടും ഈ ചങ്ങാതി പറഞ്ഞിരിക്കുന്നു തീവ്രവാദിയാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇയാൾക്ക് തീവ്രവാദിയാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ട് അപാരമായിട്ട് സൗഹൃദമുള്ള സമയത്ത്, ഒരിക്കൽ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇദ്ദേഹം അന്ന് നിരന്തരമായിട്ട് ഇത്തരം വർഗീയ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. മലപ്പുറത്തെ ആളുകൾ തീവ്രവാദികളാണ്, മലപ്പുറംകാർ തീവ്രവാദികളാണ്, ഇവിടെ ഹിന്ദുക്കൾക്ക് നേരം പോലെ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഹിന്ദുക്കളുടെ ജീവിതമൊക്കെ മഹാകഷ്ടമാണ് എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഒരു സംശയമില്ല. ആ പറഞ്ഞ സമയത്ത് ഒരു ഇടതുപക്ഷ ഹാൻഡിൽ നിന്ന് പോലും അന്ന് കൃത്യമായിട്ടും ഈ വെള്ളാപ്പള്ളി നടേശനെ ശാസിക്കുന്ന രീതിയിൽ ഇത്തരം വർഗീയ പരാമർശങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ വന്നില്ല. അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പരാജയത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് വേറെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവരെപ്പം എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്, വീണ്ടും എന്താ പറയുക, ഇവരോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നത് ലീഗാണ്. തീർച്ചയായിട്ടും ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കും. അപ്പോൾ ഇവിടെയുള്ള BJP ഹാൻഡിലുകളൊക്കെ വിചാരിക്കുന്നത് മിക്കവാറും ഏറ്റവും പ്രധാനപ്പെട്ട 2ാം മന്ത്രിസ്ഥാനം, മനസ്സിലായി, ഉപമന്ത്രിസ്ഥാനം ലീഗ് ചോദിക്കുമോ എന്നുള്ള ഭയമാണ്. ചോദിക്കണമെന്നാണ് ഞാൻ പറയുക. ചോദിക്കണം, ലീഗിന് കൊടുക്കണം. ചോദിക്കണം, ലീഗിന് കൊടുക്കണം. CH ഒക്കെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഇവന്മാരെ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഈ പറയുന്ന മുസ്ലിം ലീഗുകാർ എന്നുള്ള യാഥാർത്ഥ്യം ശരിയാണ്. മുസ്ലിം ലീഗുകാരുടെ ഉള്ളിൽ ചില തീവ്രവാദികളുണ്ട്, 100% ഉണ്ട്. അസല് തീവ്രവാദ പ്രവർത്തനം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മുസ്ലിം ലീഗുകാർ എന്ന് പറയുന്ന ആളുകൾ അത് ഭീകരമായിട്ട് അവരെ മതത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവരെ മതത്തെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ അവർ പിറന്നു വീണ നാടിനെ കൂടി സ്നേഹിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. വെറുതെ ഒരു കൂട്ടം ജനതയെ മുഴുവൻ അങ്ങോട്ട് തീവ്രവാദികളാക്കുക. നോക്ക്, അങ്ങനെ തീവ്രവാദ ചാപ്പ കുത്തുകയാണെങ്കിൽ വയനാട് വീട് വെച്ചു കൊടുത്തായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ വയനാട് ഈ മുസ്ലിം ലീഗുകാർ വീട് വെച്ചു കൊടുത്തേ? ആണോ? പറയും. കേട്ട് പ്രാന്ത് വരികയാന്നേ, ദേഷ്യം പിടിക്കില്ലേ? മുസ്ലിങ്ങൾക്ക് മാത്രമാണോ വയനാട് ഇവർ വീട് വെച്ചു കൊടുത്തേ? അല്ലെന്നേ, ഹിന്ദുക്കൾക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്.
അവിടുത്തെ ഹിന്ദുക്കളൊക്കെ തലേ ദിവസം അവിടെ വന്നിരുന്നിട്ട് അവിടെ ഗണപതി ഹോമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ കയറിയത്. ഇവന്മാർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒന്നുകൂടി പറഞ്ഞില്ലേ തങ്ങള്, വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു, പണിയെല്ലാം തീർന്നു, അവിടെ താമസിക്കാൻ തുടങ്ങി, ഒരെണ്ണം ഇങ്ങോട്ട് കയറി പോരുത്, ഞങ്ങൾ കൊടുത്ത വീടാണ് എന്ന അഹങ്കാരത്തോടുകൂടി ഒരെണ്ണം അങ്ങോട്ട് കയറി പോരുതെന്ന് കൂടി തങ്ങൾ പറഞ്ഞു. എത്ര മാന്യമായ ഇടപെടൽ എന്ന് ആലോചിച്ച് നോക്കി. ഇനി 5ാം മന്ത്രിസ്ഥാനം 4ാം മന്ത്രിസ്ഥാനം നമുക്കതൊന്ന് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് കൂടി പോകുന്ന മുസ്ലിം ലീഗിന് 4 മന്ത്രിസ്ഥാനം മാത്രമേ ഇപ്പോൾ തൽക്കാലം സാധ്യമാകുകയുള്ളൂ എന്ന കാര്യം കോൺഗ്രസ് വ്യക്തമാക്കുന്നു. 5ാം മന്ത്രിസ്ഥാനം പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നുള്ള വിവരമാണ്. റോഷിപാൽ, ഇനി ഈ ഒരു തരം വൃത്തികെട്ട മന്ത്രി വിതരണ പരിപാടികളിലേക്ക് പോവുകയാണ്. മന്ത്രിസ്ഥാനം വിതരണ പരിപാടികളാണ് ഇനി നടക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് തന്നെ ഈ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനമായിട്ട് കൊടുക്കുക നല്ലത്. കൊടുക്കണം, അവരതിന് അർഹരാണ്, ഒരു സംശയം വേണ്ട. പണ്ട് നടന്ന പോലെ ഭരണം ഒരു പകുതി ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുക, അത് വീണ്ടും ചർച്ചയാവുക, അങ്ങനെ ഈ ഒരു മന്ത്രിസഭയെ വീണ്ടും തെരുവിലിട്ട് ഇങ്ങനെ വലിച്ചഴയ്ക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് ഇപ്പോൾ തന്നെ 5ാം മന്ത്രി കൃത്യമായിട്ടും ലീഗിന് നൽകുകയും ആ ഒരു സംഗതി ശക്തമായിട്ട് അവിടെ നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു മാന്യത ഉണ്ടായിരിക്കും. ഇതല്ലാത്തത് കുറച്ചു കാലം കഴിഞ്ഞ് ചർച്ച ചെയ്യാം, അത് ഏത് കൊടുക്കാം, എന്ത് കൊടുക്കാം എന്ന് പറഞ്ഞ ചർച്ച നോക്ക്. മിനിമം 5 കൊടുക്ക, ആകെ മൊത്തം 9 10 സീറ്റേ ഉള്ളൂ ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ. അതിനെങ്ങനെ വിതരണം ചെയ്യാന്നുള്ളതാണ് ലീഗ് ആവശ്യപ്പെട്ട് കൊടുക്കേണ്ടി വരും. കാരണം അവർ അത്രയ്ക്കധികം കഷ്ടപ്പെടുകയും അവർ സീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അർഹരാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. റോഷിപ്പോൾ ലീഗിന് 5ാം മന്ത്രിസ്ഥാനമില്ല എന്നുറപ്പിക്കുകയാണോ? 4 മന്ത്രിസ്ഥാനം മാത്രം, 5ാമതായി മറ്റെന്തെങ്കിലും സ്ഥാനം കൂടി നൽകുന്നുണ്ടോ മന്ത്രിസ്ഥാനമല്ലാതെ? ഇനി ഇതിനൊപ്പം പറയാനുള്ളത്, നമ്മുടെ നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ എതിർക്കുന്ന വെറുക്കുന്ന ഈ ലോകത്ത് 2 സ്ഥാനം മാത്രമേ ഉള്ളൂ, ആണും പെണ്ണും മാത്രം ഒന്നൊക്കെ ചിന്തിക്കുന്ന കുറെ എണ്ണൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. ലവന്മാർക്കൊന്നും ഇത്രയും വലിയ മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കാര്യമൊക്കെ വലിയ കഷ്ടമായിരിക്കും. അത്തരം ഒരല്പം പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഈ മന്ത്രിമാരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാന്യമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിരന്തരം വീഡിയോ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. എന്തായാലും ലീഗിനെ ഒരു തീവ്രവാദ പാർട്ടി എന്ന രീതിയിൽ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുക, ഇങ്ങനെ ഈ അടച്ചാക്ഷേപിക്കുന്ന ഭാഗമായിട്ട് എന്താ ഗുണം എന്നറിയാവോ? BJPക്കാണ് ഗുണം. നോക്കിക്കോളൂ, ഈ ഭരണം അവസാനിക്കുന്നത് വരെ 24 മണിക്കൂറും എന്ന നിലയ്ക്ക് ഇനി നമുക്ക് ഈ കോൺഗ്രസിനെതിരെയുള്ള ഒരു ചാപ്പ കുത്തൽ, ഒരു പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നിപ്പോകുന്നത് ഇവർ മുസ്ലിം ലീഗിന് തല വെച്ചു കൊടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു വലിയ ഭീകര സാധനമാണ്, അതിൻ്റെ ഉള്ളിലേക്ക് തല വെച്ചു കൊടുത്തിരിക്കുകയാണ് ആര്? നമ്മുടെ VD സതീശൻ. എന്നിട്ട് മുസ്ലിം ലീഗ് അവിടുന്ന് പറയും അത് മുഴുവൻ ആരനുസരിക്കും? ഇവരനുസരിക്കും എന്ന രീതിയിൽ VD സതീശനെ അതുപോലെ ആ ഒരു ഭരണത്തെ മുഴുവൻ BJPക്കാർ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ശ്രമം അതാണ്. ഇങ്ങനെ ആക്രമിച്ച് ഇവരെ ശ്രമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണം അവസാനിക്കുമ്പോഴേക്കും ഇവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കണം. കൃത്യമായിട്ടൊരു ഹിന്ദുക്കള് ഇവിടെ ഭരണത്തിന് വന്നിട്ടില്ലെങ്കിൽ, മുസ്ലിം ലീഗിനെ ഓടിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ ഓടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു സാധനം ഇവർ ഉണ്ടാക്കിയെടുക്കും. നോക്കിക്കോളൂ, ബാറ്റ് ഇത് സേവ് ചെയ്ത് വെച്ചോളി. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. നിരന്തര ആക്രമണമായിരിക്കും. അതും വർഗീയപരമായിട്ടുള്ള മതം പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം ഇവിടെ ഉണ്ടായിരിക്കും. വാക്കുകൾ ഉണ്ടാവുള്ളൂ. അത് സുരേന്ദ്രൻ എന്ന് മാത്രമല്ല, മുരളീധരൻ എന്ന് പറഞ്ഞ വേറൊരു വിത്തുണ്ട്. ലവനക്കായിരിക്കും അത്തരത്തിലുള്ള ഭീകരമായ വർത്തമാനങ്ങളൊക്കെ പറയുക. അത്തരത്തിൽ നിരന്തരം ഈ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരരാണ്, ഭയപ്പെടേണ്ടവരാണെന്നുള്ള ചിത്രം ഉണ്ടാക്കി കൃത്യമായിട്ടും ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും അവിടെ നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ എത്രയൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പറ്റുവാണെങ്കിൽ എൻ്റെ മുന്നിടാങ്ങളെ നല്ല മന്ത്രിസ്ഥാനം, പറ്റുമെങ്കിൽ 2ാം മന്ത്രിസ്ഥാനമോ ആഭ്യന്തരോ അതൊക്കെ എന്തായാലും RCK പോകുള്ളൂ. നമ്മൾ വെറുതെ ചുമ്മാ ആഗ്രഹങ്ങൾ പറയാം. ഏറ്റവും നല്ല സ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗിന് കൊടുക്കണം. അവർ ഭരിച്ചണ്ട് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഭരിച്ചാൽ എങ്ങനെയെന്ന് അവർ കാണിക്കണം. ഞങ്ങൾ ഭരിച്ചാൽ ഹിന്ദുക്കൾക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് അവർ കൃത്യമായിട്ടാണ് തെളിയിക്കണം. എന്നിട്ട് 5 വർഷം കഴിയുമ്പോഴത്തേന് പറയണം, മുസ്ലിം ലീഗരുടെ ഭരണം ഉണ്ടല്ലോ അത് പൊന്നായിരുന്നു, ഒരു ഹിന്ദുവിന് പോലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല
ഹിന്ദുക്കൾക്ക് ഗുണകരമായിരുന്നു എന്ന് ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഭരണം ഉണ്ടാവണം. അല്ലെങ്കിൽ മറ്റവന്മാരുടെ എണ്ണം കൂടും. ഒരു സംശയവും വേണ്ട. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ബൈ.